റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പിന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ ഗ്രേഡ് നിങ്ങൾ പഠിച്ചല്ലോ. ഹിജ്റയിൽ ഒന്നിച്ച് വരാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഖുർആനിൽ ഒരു പദത്തിന്റെ അകത്ത് രണ്ടാൾ, മൂന്നാമത്തെ ആൾ അല്ലാഹു. എവിടെയാണത്? മുഹമ്മദിന്റെ കൂട്ടുകാരൻ മുഹമ്മദിനോട് പറഞ്ഞ രംഗത്തെ ലോകമേ, മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. എന്താ പറഞ്ഞത്? കൂട്ടുകാരനോട് മുഹമ്മദ്, ലാ തഹ്സൻ, ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കറേ, മാളത്തിൽ സൂറ് 3-ാം കുന്നിന്റെ മീതെ പണ്ട് 40 കൊല്ലം മുമ്പ് ഞാൻ ആ കുന്നിന്റെ മീതെ കയറിയിരുന്നു. 2.5 മണിക്കൂർ വേണം അതിന്റെ മീതെ കയറണമെങ്കിൽ. 3 കുന്ന് കയറണം. റസൂല് അബൂബക്കർ വിളിച്ച കുന്ന് മാളം. ആ സന്ദർഭത്തെ കുറിച്ചാണ് തബൂക്ക് യുദ്ധം നടന്ന ശേഷം റബ്ബ് ചർച്ച ചെയ്തപ്പോൾ പറയുന്നത്. ആ സംഭവത്തിലേക്ക് സൂചന നൽകിയിട്ട്, അല്ലയോ കപട വിശ്വാസികളെ, അല്ലയോ ബഹുദൈവ വിശ്വാസികളെ, അല്ലയോ മദീനവാസികളിൽ ഇസ്ലാം ശരിക്കും ഉൾക്കൊള്ളാത്തവരെ, നിങ്ങൾ എന്റെ ദൂതരായ മുഹമ്മദിനെ സഹായിക്കുന്നില്ലെങ്കിൽ എന്റെ ദൂതരെ ഞാൻ പണ്ട് തന്നെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. 2 പേരിൽ നിന്നിട്ട് ഒരു വ്യക്തി, 2 വ്യക്തികളും മാളത്തിലുള്ള വേളയിൽ മുഹമ്മദ് കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭത്തിൽ, ലാ തഹ്സൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. എന്ന പദത്തിന്റെ അകത്ത് അല്ലാഹു, മുഹമ്മദ്, പിന്നാരാണ്? അബൂബക്കർ. 3 ആളാണുള്ളത്. 4ാമത്തെ ആളില്ല. അതെവിടെ? ലോകാത്ഭുത ഗ്രന്ഥത്തിൽ. എന്താ സ്റ്റാൻഡേർഡ്? ഈ സ്റ്റാൻഡേർഡിലേക്ക് ആരും എത്താൻ പറ്റിയിട്ടില്ല. ആരും നബിമാരല്ലാത്തവരിൽ നിന്ന് ആരും കയറ്റാൻ പറ്റിയിട്ടില്ല. നബിമാരല്ലാത്തവരിൽ നിന്ന് ആർക്കും എത്താൻ പറ്റിയിട്ടില്ല. അത് അബൂബക്കറിനെ പറ്റി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിസ്റ്ററിക്ക് അല്പം മുമ്പിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ, 1-2000 കൊല്ലം മുമ്പോട്ട് പോയി പരിശോധിക്കുകയാണെങ്കിൽ, മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. ഫറോവയുടെ പരാക്രമത്തെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട്. ആ ഫറോവയുടെ പട്ടാളം വരുന്ന വരവേൽപ്പിനെ കുറിച്ച് നമുക്ക് കേട്ട് പരിചയമുണ്ട്. മഹാസേനയാണ്, മഹാപട്ടാളമാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളതായ ബനൂ ഇസ്രായേലികളും ശേഷിക്കട്ടവരാണ്. അവരതാ ഓടുന്നു. മുമ്പിലേക്ക് എത്തുമ്പോൾ എന്താ കണ്ടത്? നൈൽ എന്താ കണ്ടത്? ചെങ്കടൽ. എന്താണ് പറയുന്നത്? കടലാണ് മുമ്പിൽ കടൽ, പിന്നിൽ ഫറോവയുടെ പട്ടാളം. അവർ പറഞ്ഞല്ല, അല്ല മൂസ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നിരിക്കലും നാം കടൽ മുങ്ങി മരിക്കും, അല്ലെങ്കിൽ ഇവരുടെ വാളിനെതിരാകും. മൂസയോട് പറയാം. അപ്പോൾ മൂസാന്റെ മറുപടി ഖുർആൻ പറയുന്നു. മൂസ അവരോട് പറഞ്ഞു, കല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല സംഭവം നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ലാഹ് നമ്മളെ കൈവടിയുന്നതല്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. എന്താണ് പറഞ്ഞത്? ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. അവിടെ പറഞ്ഞത് ഇന്നല്ലാഹ മഅനാ. എവിടെ? പറഞ്ഞത് അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ എന്നാണ്. ഇവിടെ നമ്മുടെ കൂടെയുണ്ട് അല്ലാഹ് ബനീ ഇസ്രായേലിനോട് പറഞ്ഞില്ല. കാരണം അവരന്ന് ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അവരെ അള്ളാന്റെ കൂടെയും അള്ളാന്റെ ദൂതരുടെ കൂടെയും ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റൂല. അത് കൊള്ളുന്നവരല്ല അവർ. കണ്ടില്ലേ? അവരെ പരിചയമുണ്ടല്ലോ, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാൾ വരെ അവര് മുസ്ലിങ്ങളെ തലവേദനിപ്പിക്കും, മുസ്ലിങ്ങൾ അവരെ തലവേദനിപ്പിക്കും. അങ്ങനെയാണ് അവരുടെ ജീവിതം. എന്നാൽ ഈ കൂട്ടരെ എന്ത് ചെയ്തില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയുടെ പദത്തിൽ ഉൾക്കൊള്ളിച്ചില്ല. മൂസ നബി പറയും, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബി എന്നെ കൂടെ ഉണ്ട്, സയഹ്ദി, റബ്ബ് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. അല്ലാഹ് രക്ഷപ്പെടുത്തിയത് ബനൂ ഇസ്രായേലികളെയും മൂസ നബിയെയുമാണോ, അല്ല മൂസ നബിയെ മാത്രമാണോ രക്ഷപ്പെടുത്തിയതാരെ? എല്ലാവരും. പക്ഷേ പറഞ്ഞത് എന്റെ കൂടെ എന്റെ റബ്ബിട്ടതാണ്. എന്താ നമ്മുടെ കൂടെ എന്ന് പറയാത്തത്? അവരതിന് അർഹരല്ല. അബൂബക്കറോ അർഹനാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞാലോട് അബൂബക്കറിനോട് പറഞ്ഞു. അതാണ് അബൂബക്കറിന്റെ പ്രത്യേകത. റളിയല്ലാഹു അൻഹു. ജൂതന്മാർ അതിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധം ആ സമുദ്രത്തിൽ നിന്നിട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. ഫറോവയുടെ ശിക്ഷയിൽ നിന്നിട്ടും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തി. ഫറോവയെ മുക്കിക്കൊന്നു. എന്നിട്ട് കര കടന്നപ്പോൾ അവിടെ ആരോ ഒരു ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടു.
ബിംബത്തെ പൂജിക്കുന്ന കണ്ടു. അപ്പോൾ ജൂതന്മാർ പറയുകയാണ്, ഇവർക്ക് ദേവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്ക് ഒരു ദേവത്തെ ഉണ്ടാക്കി തരൂ മൂസ. പാല് കുഴലിട്ടതുപോലെ കുഴൽ വിളിക്കുമ്പോൾ പാല് കുഴലും, കുഴൽ വിളിക്കുമ്പോൾ പാല് കുഴലും. ഇക്കൂട്ടരെ ഇങ്ങനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് ഒരു പദത്തിൽ ഉൾക്കൊള്ളിച്ചത് എന്നതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം നബിയുടെ തൊട്ട് തന്നെ കിടക്കാനുള്ള ചാൻസും അള്ളാഹു ആദരിച്ചുകൊണ്ട് ആ മഹാവ്യക്തിത്വത്തിന് നൽകി. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. റസൂലുള്ളാഹിന്റെ ബാക്കിലാണ് നിരിച്ചിട്ടും കിടക്കുന്നത്. ഇനി സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെയും നബിയോടൊപ്പമായിരിക്കും അവനെ ഹാജരാക്കപ്പെടുക. അക്കൂട്ടത്തിൽ അവരുടെ ബാക്കിൽ നടന്നുണ്ടെങ്കിലും അള്ളാഹു നമ്മെ ഉൾക്കൊള്ളിക്കട്ടെ, ഉൾക്കൊള്ളിക്കട്ടെ, ഉൾക്കൊള്ളിക്കട്ടെ. ആ ഭാഗ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമം കൊള്ളുന്നതിന്റെ നേരെ വേക്കിലാണ് അബൂബക്കർ സിദ്ദീഖ് അന്ത്യവിഷമം കൊള്ളുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതായിരുന്നു, എന്ന് ഞാൻ വഫാത്തായ റസൂലുള്ളാഹിയെ തൊട്ടിട്ട് എന്നെ കിടത്തണമെന്ന്. അതുകൊണ്ട് തന്നെ അതിൽ ആ വിഷയത്തിൽ സഹാബാക്കളുടെ ചർച്ച ഉണ്ടായിരുന്നിട്ടേ ഇല്ല. ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത ജാഹിലികൾ പറയുമ്പോൾ, ആരാണ് ജാഹിലികൾ? തൗഹീദ് പിടിക്കാത്തവർ. തൗഹീദ് പിടിക്കാത്തവർക്ക് ഖുർആൻ പറയുകയാണ് ജാഹിലികൾ എന്ന്. ഞാൻ പറയല്ല, ഞാൻ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ഖുൽ അഫഗൈറല്ലാഹി തഅമുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. നിങ്ങൾ ചോദിക്കൂ, അല്ലയോ കൂട്ടരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? ജാഹിലികളെ. ആരാണ് ജാഹിലികൾ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവർക്ക് തീർച്ചയാക്കുന്നവർ, അല്ലാഹു അല്ലാത്തവർക്ക് അറക്കുന്നവർ. അവരെ കുറിച്ച് അല്ലാഹു പറയുന്നത് ശരിയാണ്, ജാഹിലികൾ. അങ്ങനെയുള്ള ജാഹിലികളുടെ പദങ്ങളിലൊക്കെ കേൾക്കാൻ വേണ്ടി സഹാബാക്കൾക്ക് വേണ്ടത്ര വിശ്വാസം വന്നില്ല അബൂബക്കർ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അബൂബക്കറിന്റെ ശരീരത്തെ അവിടെ കബറടക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് പോയിട്ട് ചോദിച്ചു, എന്ത് റസൂലേ, അബൂബക്കറിവിടെ ഖബറടക്കണോ വേണ്ടേ? അങ്ങനെ അവിടുന്ന് അനുവാദം കിട്ടിയതാണ്. അനുവാദം കിട്ടിയപ്പോൾ കടത്താൻ തീരുമാനിച്ചതാണ്. അത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ കെട്ടുകഥ അറിവില്ലാത്തവർ പേര് നടക്കുന്നു. അത് ശരിയല്ല. അത് എവിടെയുണ്ട് എന്നതും അത് ആര് പറഞ്ഞു എന്നതും അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകൻ കള്ളനാണെന്ന് മഹാനായ അൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ലിസാനുൽ മീസാനി എന്ന ഗ്രന്ഥത്തിൽ പണ്ട് തന്നെ 8ാം നൂറ്റാണ്ടിൽ എഴുതിപ്പോയതായ വാർത്തയും ഞാൻ ഇവിടെ പല ദശവർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഭാഗമാണ്. നാം അതും പഠിക്കണം. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതെന്താണ്? അബൂബക്കർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്നെ ഖബറടക്കേണ്ടത് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ തൊട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഖബറടക്കപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖിന്റെ പ്രാധാന്യം പോലെ തന്നെ 40ാം നമ്പർ പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് നേടിയ വ്യക്തിത്വമായിരുന്നു ആര്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് പറയുകയാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരിയിലാണ് സംഭവം. ബുഖാരിയാണ്. ആര് പറയുന്നു? ഇബ്നു മസ്ഊദ് പറയുന്നു. എന്താ പദം 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 കുന്ന അഇസ്സതൻ, ഞങ്ങൾ മഹാത്മാക്കളായിക്കൊണ്ടേ അന്തസ്സുള്ളവരായിക്കൊണ്ടേ ജീവിച്ചു. എപ്പോൾ? ബഅദ ഇസ്ലാമി ഉമർ. ഉമർ മുസ്ലിമായ ശേഷം. ഉമർ മുസ്ലിമായ ശേഷം ഞങ്ങൾക്ക് ഒരു ധൈര്യം. ആര് പറയുന്നു? ഇബ്നു മസ്ഊദ് പറയുന്നു. സംഭവം എവിടെ? ബുഖാരി. അപ്പോൾ ഉമറിനെ മനസ്സിലായില്ലേ? ഉമർ വരുമ്പോൾ ഉണ്ടായ ആദ്യത്തെ നേട്ടം എന്താണ്? ഉമറിനെ കൊണ്ട് എന്തോ ഒരു ദ്രോഹമായിരുന്നു മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും അദ്ദേഹം മുസ്ലിമായ കാലത്ത്. അത് തന്നെ പോയി ആദ്യം. ഉമർ മുസ്ലിമായതോടുകൂടി ഉമറിൽ നിന്ന് വരുന്ന ദ്രോഹം പോയി. അതിന് പകരം ഉമർ താമം തണലായി മാറി അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി. അതുകൊണ്ട് ഉമർ മുസ്ലിമായ ശേഷം ഹംസയോടൊപ്പം അവിടെ മാർച്ച് നടത്തിയ വാർത്ത സഹീൽ കാണാം, ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. എവിടെ? മക്കയിൽ. നാം എന്തിന് നിന്ദ്യരായി ജീവിക്കുന്നു? നമുക്കൊന്ന് മക്ക കാഫികളുടെ ദാറുന്നതുവത്ത് കളപ്പിന്റെ മുമ്പിൽ വെച്ചിട്ടൊന്ന് അല്ലാഹു അക്ബർ മുഴക്കണമെന്ന ധൈര്യം അവർക്കുണ്ടായി. അതാണ് ഉമർ. പണ്ട് അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മഹാപരാക്രമിയായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു. അതേസമയത്ത് മുസ്ലിമായി കഴിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാം ഈ മതം ഈ ആദർശം ചെയ്യുന്ന ചേഞ്ചറാണ്. ആളെ മാറ്റുന്നു, ആളെ ചേഞ്ച് ചെയ്യുന്നു. അതാണ് എന്റെ മുമ്പിലുള്ള സന്ദർശകർ പെണ്ണാവട്ടെ ആണാവട്ടെ ശ്രദ്ധിക്കേണ്ട ഭാഗം. മദീനയിൽ വന്നു, മക്കയിൽ വന്നു, പൊട്ടിഭൂമി കണ്ടു, ഉംറ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അല്ലാഹു റസൂലിന്റെ പള്ളി
അത് മാറുമെന്ന് സത്യം പറഞ്ഞ റസൂലുള്ളാഹിയുടെ പള്ളി ഒരു വിട വാങ്ങുന്നതിന് മുമ്പ് സന്ദർശകർ പ്രത്യേകിച്ച് ചെയ്തു പോകട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കും. ഇവിടുന്ന് പ്രാർത്ഥിച്ചവരെ അള്ളാഹു പാഴാക്കി കളയുന്നതല്ല. ഒരു മനുഷ്യന്റെ ഉദ്ദേശം മദീനത്തെ പള്ളിയിലേക്ക് വരൽ, അവിടെ നമസ്കരിക്കലും അവിടുന്ന് ഇൽമു നേടലുമാണ്. അങ്ങനെ നല്ല ഉദ്ദേശം വെച്ച് പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സഫലീകരിക്കാതെ അള്ളാഹു വിടുകയില്ല എന്ന സൂചന ഹദീസുകളിലൂടെ കാണാവുന്നതാണ്. അതുകൊണ്ട് മദീനയിലേക്ക് വരാൻ ചാൻസ് കിട്ടിയവരെ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നമസ്കരിച്ചവരെ, ഇനിമേൽ ആ പള്ളിയിലുള്ള സ്വർഗ്ഗവുമായി ബന്ധപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരായി ജീവിക്കാൻ, പോകുന്നവർ ജീവിക്കുമ്പോൾ ലോകമുള്ള ജീവിതം ജീവിക്കാൻ അശ്ലീലങ്ങൾ ഒഴിവാക്കി, ഇംഗ്ലീഷ് സാഹിത്യം ഒഴിവാക്കി, പലിശ മേൽ ഒഴിവാക്കി, തട്ടിപ്പ് വെട്ടിപ്പ് ഒഴിവാക്കി, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നത് ഒഴിവാക്കി, ഭാര്യ ഭർത്തൃ ബന്ധം തന്നെ ക്ലിയറാക്കി, തട്ടിപ്പ് വെട്ടിപ്പ് അനാചാരം അക്രമം വേഷണി പരദൂഷണം ഓരോന്നതായ അനിസ്ലാമിക ചിന്തകൾ അനിസ്ലാമിക പ്രവർത്തനങ്ങൾ ക്രൂരകൃത്യങ്ങൾ ഒഴിവാക്കി അള്ളാഹെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹെ മാത്രം നേർച്ചയാക്കി അള്ളാഹെ മാത്രം അറുത്ത് അള്ളാഹെ മാത്രം ജീവിച്ച് മരിക്കുന്ന ഈ തത്വത്തെ, ഈ മഹാ ആദർശത്തെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നടപ്പാക്കാനുള്ള ചങ്കൂറ്റത്തോടു കൂടി, ധൈര്യത്തോടു കൂടി, ഒരുക്കത്തോടു കൂടി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരിക്കണം ഈ പുണ്യഭൂമിയോട് വിട വാങ്ങേണ്ടത്. സന്ദർശകർ പ്രത്യേകിച്ച് അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബുഖാരിയിൽ മുസ്ലിമിൽ دخل رسول الله صلى الله عليه وسلم أبو بكر وعمر خرج رسول الله صلى الله عليه وسلم وأبو بكر وعمر. എന്താണ് ആ പ്രത്യേകത? റസൂൽ കടന്നു, അബൂബക്കർ കടന്നു, ഉമർ കടന്നു. റസൂൽ പുറപ്പെട്ടു, അബൂബക്കർ പുറപ്പെട്ടു, ഉമർ പുറപ്പെട്ടു. കൂടെ പറഞ്ഞു, ഒന്നിച്ചെന്നെ പോക്ക്, ഒന്നിച്ചെന്നെ വരവ്, ഒന്നിച്ചെന്നെ യുദ്ധം, ഒന്നിച്ചെന്നെ സംസാരിക്കൽ, ചർച്ച ചെയ്യൽ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 40-ാമനാണ് അവർ നമ്പറിൽ മുസ്ലിമാവാൻ, നമ്പർ 40-ാമനാണ്. പക്ഷേ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഈ മുഹമ്മദിന്റെ ഉമ്മത്തുകളിൽ 2-ാമനാണ് അബൂബക്കർ, ഉമർ. അങ്ങനെയാണ് വിശ്വാസം മനുഷ്യനെ തള്ളിക്കൊണ്ടുപോവുക. ആദർശം മനുഷ്യനെ മുമ്പിലേക്ക് എത്തിക്കുക, മനുഷ്യനെ ആദരിക്കുക, ബഹുമാനിക്കുക. പോലെ ഉമർ ഇബ്നു ഖത്താബ് വന്ന ശേഷം എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, റസൂലുള്ളാഹ് ഖന്തഖ് യുദ്ധം നടന്ന സ്ഥലം കണ്ടില്ലേ? മദീനക്കാരൊക്കെ സാധാരണ കാണുന്നതും സന്ദർശകർ ഇപ്പൊ പെട്ടെന്ന് കണ്ടതുമാണ്. ആ സ്ഥലത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി ഒരു പാറക്കല്ല് പൊട്ടിച്ചപ്പോൾ റോമൻ കീഴടങ്ങി, പേർഷ്യ കീഴടങ്ങി എന്ന് റസൂൽ പറഞ്ഞില്ലേ? ആരെ കാലത്താണ് കീഴടങ്ങിയത്? ആരെ കാലത്താണ് കീഴടങ്ങിയത്? ഉമർ ഇബ്നു ഖത്താബ്. എന്താണ് നേതൃത്വം? അവരുടെ കാലഘട്ടത്തിലാണ് അന്ന് ലോകത്തിലുള്ള കണ്ട ശക്തി. അത്ര വലിയ ശക്തികൾ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ലോകത്തിന് മുഴുവനും അടക്കി ഭരിക്കുന്ന, പകുതി ഓഹരി വെച്ച് ഭരിക്കുന്ന 2 വൻ ശക്തികളാണ്. അവരുടെ കൊട്ടാരത്തെ കിടുകിട വറപ്പിച്ചു, അവരുടെ അധികാരത്തെ തമർത്തി ജലിപ്പണമാക്കി, അവരുടെ ആ രാഷ്ട്രങ്ങളെ മുഴുവൻ കീഴടക്കി. എന്നിട്ട് അവരോട് അന്തസ്സുള്ളവരായിട്ട് തന്നെ പോയിക്കോ, റോമയിലേക്ക് പ്രശ്നമില്ല, എന്റെ പട്ടാളത്തിന്റെ സംരക്ഷണത്തോടുകൂടി എന്റെ പട്ടാളം നിങ്ങൾ സംരക്ഷിക്കാൻ വരും, റോമയിലേക്ക് എത്തുന്നത് വരെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിന്റെ താക്കോല് കൈകൊണ്ട് വാങ്ങിയിട്ട്, ആ വിശുദ്ധ മസ്ജിദുൽ അഖ്സയിലെ താക്കോല് കൈകൊണ്ട് വാങ്ങിയിട്ട് പട്ടാളക്കാർ അയച്ചു കൊടുക്കുന്നു. ഖുർആൻ കൽപ്പിച്ചതനുസരിച്ചിട്ട് അവര് നിങ്ങളോട് ആക്രമിക്കുകയില്ല എന്ന് കണ്ടാൽ അവരുടെ സംരക്ഷണ സ്ഥലത്തേക്ക് നിങ്ങൾ അവരെ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഖുർആന്റെ കൽപ്പന നടപ്പാക്കിയതായ മഹാ അന്തസ്, മഹാ അഭിമാനം. സുബ്ഹാനല്ലാഹ്.